ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രിയാമണിയും സ്വപ്നവലിയും തമ്മിൽ ഭയങ്കര വഴക്കാവട്ടെ. എന്തൊക്കെ വന്നാലും ഈ വിവാഹം നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാവാണ്. അങ്ങനെ അവിടെ വെച്ച് രണ്ട് കൂട്ടരും തല്ലിപ്പിരിഞ്ഞ് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകുവാണ്. ശേഷം നമ്മുടെ മാഷിൻ്റെ മുഖം കാണുമ്പോൾ ഇഷിതക്ക് വല്ലാത്ത സങ്കടം ആവാണ്. കാരണം അത്രമാത്രം സന്തോഷത്തോട് കൂടിയിട്ടാണ് മാഷ് ഇഷിതനെയും കൂട്ടിക്കൊണ്ട് പോയത്. മാഷ് തനിക്കൊരിക്കലും സ്വന്തം അച്ഛൻ തനിക്കൊരിക്കലും ദ്രോഹം ചെയ്യുന്ന ഇഷിതക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇഷിത പറയേണ്ടത് അമ്മയുടെ എതിർപ്പ് അച്ഛൻ കാര്യം വെക്കണ്ട, എനിക്ക് മഹേഷിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറയുമ്പോൾ നമ്മുടെ മാഷിന് വല്ലാത്ത സന്തോഷം തോന്നും കേട്ടോ. അതുപോലെ തന്നെയാണ് മഹേഷിൻ്റെ അച്ഛനും ആകെ വിഷമിച്ചിരിക്കുമ്പോൾ മഹേഷ് പറയണ്ട്, അച്ഛൻ വിഷമിക്കേണ്ട, അമ്മയുടെ എതിർപ്പ് നമുക്ക് അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കാം, എനിക്ക് ഡോക്ടർ ഇഷിതനെ കല്യാണം കഴിക്കാൻ സമ്മതമാണ് എന്ന് മഹേഷും പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. നമ്മുടെ ഇഷിതക്ക് സമ്മതമാണ്, പിന്നെ പ്രിയാമണിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പ്രിയാമണിയും സമ്മതിക്കുകയാണ്, സ്വപ്നവല്ലിയും സമ്മതിക്കുന്നുണ്ട്. കണച്ച ചിപ്പിക്ക് ഇഷിതാച്ച ജീവനാണ്. മാത്രമല്ല ഇഷിതയും അങ്ങനെ കുഴപ്പമൊന്നുമില്ലാത്തൊരു പെൺകുട്ടിയാണെന്ന് നമ്മുടെ സ്വപ്നവല്ലിക്കും അറിയാം. അതുകൊണ്ട് അവർ വിവാഹത്തിൽ സമ്മതിക്കുകയാണ്. അങ്ങനെ സ്വപ്നവല്ലിയും മാഷും സ്വപ്നവല്ലിയും നമ്മുടെ രാമനാഥനും മഹേഷും അതുപോലെ തന്നെ മഞ്ജിമയൊക്കെ കൂടിയിട്ട് നമ്മുടെ പെണ്ണിൻ്റെ വീട് കാണണമല്ലോ, അതുകൊണ്ട് പെണ്ണിൻ്റെ ഫ്ലാറ്റിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ പ്രിയാമണി സ്വപ്നവല്ലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. സ്വപ്നവല്ലിയും പ്രിയാമണിനെ കെട്ടിപ്പിടിക്കാൻ എല്ലാത്തിനും പരസ്പരം ഒരു സോറി പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ അടുത്ത ആഴ്ചയാണ് നമ്മൾ കാണാൻ വരട്ടെ പെണ്ണിനാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇഷിതനെ കാണാൻ വേണ്ടി മഹേഷ് വരുന്നുണ്ട്. ഇഷിതൊക്കെ ചെറിയൊരു പിണക്കവും വിഷമമൊക്കെ മനസ്സിലുണ്ട് കേട്ടോ. പക്ഷേ മഹേഷ് അങ്ങനെയല്ല കേട്ടോ. ഇഷിത ആ ചായ ഗ്ലാസ്സായിട്ട് പമ്മി വരുന്ന കാണുമ്പോഴേക്കും മഹേഷിനെ ചിരി വരുവാണ്. മഹേഷ് ഇഷിതനെ പ്രണയപൂർവ്വം ഇങ്ങനെ നോക്കുവാണ്. ഇഷിതയും പതുക്കെ മഹേഷിനെ നോക്കുന്നുണ്ട്. അങ്ങനെ അവർ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത കോടതി തുടങ്ങണ മുമ്പ്, അതായത് കോടതി 9-ാം തീയതി ആണല്ലോ കൂടാൻ വേണ്ടി വിചാരിച്ചേക്കുന്നത്. പറ്റുമെങ്കിൽ 9-ാം തീയതിക്ക് മുൻപ് തന്നെ വിവാഹം ജസ്റ്റ് രജിസ്റ്ററെങ്കിലും ചെയ്ത് വെക്കണമെന്ന് സ്വപ്നവല്ലിയും അതുപോലെ തന്നെ പ്രിയാമണിയും വീട്ടുകാരും തീരുമാനിക്കുകയാണ്. അങ്ങനെ മഹേഷിൻ്റെ ഇഷിതയുടെ വിവാഹം അടുത്ത കോടതി കൂടുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാവും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നാളെ കാണാം. ബൈ ബൈ.